വയനാട് കബനിഗിരിയിൽ വീണ്ടും വന്യജീവി ആക്രമണം ഉണ്ടായി. പനച്ചി മറ്റത്തിൽ ജോയിയുടെ ആടുകളെ വീണ്ടും ആക്രമിച്ചത് കടുവയാണോ എന്ന് സംശയമുണ്ടെന്ന് നാട്ടുകാർ പറയുന്നു. വയനാട്ടിൽ നിന്ന് സുർജിത്ത് അയ്യപ്പത്ത് വിവരങ്ങളുമായി ചേരുകയാണ്. സുർജിത്ത്, ഗുഡ് മോർണിംഗ്, പറയൂ. SKN, ഞാനിപ്പോൾ നിൽക്കുന്ന സ്ഥലം ഇന്നലെ രാത്രി കബനിഗിരിയിലേക്ക് നമ്മൾ പോകുന്നേ ഉള്ളൂ. ഞാൻ നിൽക്കുന്ന സ്ഥലം എന്ന് പറയുന്നത് ബത്തേരിയിലാണ്. ബത്തേരിയിൽ ഇന്നലെ രാത്രി പുലി ഇറങ്ങിയിരുന്നു. പുലി ഇറങ്ങിയൊരു 16 സെക്കൻഡ് മാത്രം ദൈർഘ്യമുള്ള ഒരു ദൃശ്യം പുറത്തു വന്നിരുന്നു. അത് ഈ റോഡിലാണ്. അതായത് ഈ റോഡ് എന്ന് പറയുന്നത് ഈ ഊട്ടിയിലേക്ക് പോകുന്ന റോഡിനോട് ആ പാതയോട് ചേർന്നുള്ള പ്രദേശമാണ്. ആ ദൃശ്യം പകർത്തിയ ആൾ, അതായത് ഒന്ന് മുഹമ്മദ് ആരിഫ്, അദ്ദേഹത്തിൻ്റെ സുഹൃത്ത് ജിയോയെ ആക്കാൻ വേണ്ടി ഇവിടേക്ക് എത്തിയതാണ്. ഇത് തൊട്ടടുത്ത് ഇവിടെയുള്ള വീടാണ് ജിയോയുടെ വീട്. അവിടെ വീട്ടിലേക്ക് ആക്കിയ ശേഷം ആരിഫ് പോകുമ്പോഴാണ് ആ 16 സെക്കൻഡ് മാത്രം ദൈർഘ്യമുള്ള ആ ദൃശ്യം പകർത്തിയത്. കൃത്യമായ രീതിയിൽ പുലി ഇവിടെ നിന്നും, അതായത് ഈ മതിൽ കടന്ന് ഈ പറമ്പിലേക്ക്, അതായത് ഇതൊരു വളപ്പാണ്, അവിടേക്ക് ചാടുന്ന ദൃശ്യമാണ് പുറത്തു വന്നിട്ടുള്ളത്. എന്തായാലും ആരിഫ് തന്നെ, ഇതാണ് ആരിഫ്, ഇതാണ് ജിയോ, അവർ തന്നെ നമ്മോടൊപ്പം ചേരുകയാണ്. എന്താണ് ഈ സംഭവം ഉണ്ടായത്? എൻ്റെ സുഹൃത്ത് ജിയോ, ഞാൻ ആളെ താഴെ ഡ്രോപ്പ് ചെയ്ത് തിരിച്ചു വരുമായിരുന്നു. വരുന്ന വഴിക്ക് മതിലിൻ്റെ മുകളിൽ ഞാൻ പെട്ടെന്ന് അനക്കം കണ്ടപ്പോൾ നോക്കിയതായിരുന്നു. വണ്ടി ലൈറ്റ് ബ്രൈറ്റ് ചെയ്തപ്പോൾ തന്നെ അതിൻ്റെ മുകളിൽ നിന്ന് ആൾ ചാടാൻ നോക്കി. അപ്പോൾ ഞാൻ കുറച്ചുകൂടി വണ്ടി ഫ്രണ്ടിലേക്ക് എടുത്തപ്പോൾ കുറച്ചുകൂടി മുന്നോട്ട് വന്നിട്ട് ഈ വളപ്പിലേക്ക് ചാടി പോവുമായിരുന്നു. ഏകദേശം ഒരു 11 കാലൊക്കെ ആയിട്ടുണ്ടാവും രാത്രി. ഇപ്പോൾ 2 ദിവസമായിട്ട് ഇവിടെ പുലിയുണ്ട്, ബത്തേരി പ്രദേശത്തുണ്ട് എന്നുള്ളൊരു ന്യൂസ് ഉണ്ടായിരുന്നു. പക്ഷേ ഈ ഭാഗത്ത് ഇത്രയും വീടുകളും പരിസരം, ഇവിടെ കാടും അങ്ങനെയൊന്നും ഇല്ലാത്തൊരു സ്ഥലമാണ്. അപ്പോൾ ഇവിടെ പ്രതീക്ഷിച്ചിട്ടില്ല തീരെ. സിനിമയ്ക്ക് പോയി മടങ്ങി വരുമായിരുന്നു അല്ലേ? അല്ല, ഞങ്ങൾ ടൗണിലായിരുന്നു. ആ സമയത്ത് ഞങ്ങളെ സുഹൃത്തുണ്ടായിരുന്നു. അപ്പോൾ ആളെയാണ് ആദ്യം അറിയിച്ചത്. ആളെ ഇന്നലെ തിയേറ്ററിൻ്റെ ഭാഗത്ത് കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആള് നിങ്ങൾ ഇന്നലെ തന്നെ വിളിച്ച് പറഞ്ഞത്. അപ്പോൾ തന്നെ നമ്മൾ ഇവിടുത്തെ ഗ്രൂപ്പുകളിലൊക്കെ അയച്ചു, എല്ലാവരെയും അറിയിച്ചു, ഈ വീട്ടുകാരെ അറിയിച്ചു, ഫോറസ്റ്റിനൊക്കെ അറിയിച്ചിട്ടുണ്ടായിരുന്നില്ല തന്നെ. ജിയോ, ഇവിടെ കാടാണോ? ഇല്ല, ടൗണിൽ നിന്ന് ഒരു 1/2 കിലോമീറ്റർ ദൂരെയാണ്. ഇവിടെ ഒരു 12 ഏക്കർ ഇങ്ങനെ ഒരു സ്ഥലം, കൃഷിക്കായിട്ടുള്ളൊരു സ്ഥലമുണ്ട്. കുറച്ച് മഴയായതുകൊണ്ട് കാട് കയറി കിടക്കുന്നുണ്ട്, അത്രയേ ഉള്ളൂ. എന്തായാലും SKN, ഈ കോട്ടക്കുന്ന് എന്ന് പറയുന്ന പ്രദേശത്ത് നേരത്തെ പുലിയുടെ സാന്നിധ്യം സ്ഥിരമായി ഉണ്ടായിരുന്നു. അത് ഏതാണ്ട് ഒരു 1.25 കിലോമീറ്റർ മാത്രം അകലെയാണ് ആ പ്രദേശമുള്ളത്. അവിടെ ഈ കൂട് വെച്ചിട്ടുണ്ട്. പോൾ മാത്യൂസ് എന്ന ആളുടെ വീട്ടിൻ്റെ പിറകിലേക്ക് 4 തവണയാണ് പുലി എത്തിയത്. അവിടെ കൂട് വെച്ചിട്ടുണ്ട്. ആ കൂട് വെച്ച ആ കൂട്ടിൽ പുലി കയറുന്നില്ല. പക്ഷേ പുലിയുടെ സാന്നിധ്യം ബത്തേരി ടൗണിൽ തന്നെ ഉണ്ടാകുന്നു. ഇന്നലെ രാത്രി വനംവകുപ്പ് ഉദ്യോഗസ്ഥരെത്തി ഇവിടെ ഒരു കോമ്പിംഗ് ഒക്കെ നടത്തി. പക്ഷേ പുലിയെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. എന്തായാലും വലിയ രീതിയിലുള്ള ആശങ്ക തന്നെയാണ് ആളുകളെ സംബന്ധിച്ചുള്ളത്. നേരത്തെ നഗരസഭാ ചെയർമാൻ TK രമേശ് അടക്കം കൗൺസിലർമാർ ഉൾപ്പെടെ ഈ വൈൽഡ് ലൈഫ് വാർഡന്റെ ഓഫീസ് ഉപരോധിക്കുന്ന തരത്തിലേക്ക് എത്തിയിരുന്നു. ആ ഓഫീസ് ഉപരോധത്തിന് ശേഷമാണ് പോൾ മാത്യൂസിന്റെ വീട്ടിൽ കൂട് വെക്കാൻ വേണ്ടി തീരുമാനിച്ചത്. മാത്രമല്ല, കൂട് വെക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് പോൾ മാത്യൂസ് ഒരു ഹർജി ഹൈക്കോടതി നൽകിയിരുന്നു. അത് ചൊവ്വാഴ്ചയാണ് ആ ഹർജി പരിഗണിക്കുക. അത്തരത്തിൽ വലിയ രീതിയിൽ ഒരാശങ്കയിൽ നിൽക്കുന്ന ഒരു പശ്ചാത്തലമാണുള്ളത്. കാരണം രാത്രി നഗരത്തിൽ ഉൾപ്പെടെ അങ്ങനെ ഒരു പുലി ഇറങ്ങുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ അത് ആശങ്ക തന്നെയാണ്. SKN. ഓക്കെ, സുർജിത്ത് അയ്യപ്പത്താണ് വിവരങ്ങൾ നൽകിയത്.